നമസ്കാരം. കാളയും കലപ്പയും കർഷകൻ ചൂടും തുപ്പിപ്പാളയും മനുഷ്യൻ മറക്കുമ്പോൾ ഭൂമി വെറും മരുഭൂമിയാകും. ഏറെ പ്രശസ്തമായ ഒരു കവിതയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മായമില്ലാത്ത കലർപ്പില്ലാത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് ഒരു സ്വപ്നമായി മാറുമ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തെയാണ് എൻടിആർ മീഡിയയുടെ ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാം ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോതനെല്ലൂര് ശ്രീവാപുരത്തുള്ള ഏതൻസ് അഗ്രോ പ്രൊഡക്ട്സ് ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. വ്യത്യസ്തമായ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ശരീരത്തിന് ഒരു പ്രശ്നവുമില്ലാതെ മായമില്ലാതെ കലർപ്പില്ലാതെ ലഭിക്കുന്ന ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, നമുക്ക് ഉപയോഗപ്രദമായ ആ വിഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യമുള്ള ശരീരം നമുക്ക് സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് നല്ല അടിപൊളി ആഹാര പദാർത്ഥങ്ങൾ നൽകുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടന് പുഞ്ചിരി കാണുമ്പോൾ തന്നെ അറിയാം നല്ല സിമ്പിളായിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ ഏതൻസ് അഗ്രോ പ്രൊഡക്റ്റിൻ്റെ പ്രിയപ്പെട്ട MD സാജൻ സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം. കാര്യം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മായമില്ലാതെ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമായി മാറുമ്പോൾ താങ്കൾ ഇപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. ശരിക്കും എന്താണ് ഈ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ മനസ്സിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണ്? നമ്മുടെ ഈ നൂറ്റാണ്ടിൽ കൂടുതലും വിഷമുള്ള ഭക്ഷണപദാർത്ഥങ്ങളാണ് മനുഷ്യൻ കഴിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച്, അപ്പോൾ മായമില്ലാത്ത വിഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഞാൻ തുടങ്ങിയിരിക്കുന്നത്. ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് സംസാരിക്കുന്നത്. അതെ അതെ അതെ. എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്? ഞങ്ങൾക്ക് ഏകദേശം 39ഓളം പ്രൊഡക്റ്റുകളുണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നത് ഏതാണ്? എല്ലാം ആവശ്യപ്പെടാറുണ്ട്. എല്ലാം ആവശ്യപ്പെടാറുണ്ട്. മസാലപ്പൊടികളാണ് കൂടുതലും പോകുന്നത്. നമ്മളത് എങ്ങനെയാണ് ഹോം ഡെലിവറി സൗകര്യം നമുക്കുണ്ട്? എങ്ങനെയാണ് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്? ഞങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ട്, പിന്നെ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ ബൈ കൊറിയർ വഴി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ അയക്കാറുണ്ട് അല്ലേ? ഉണ്ട്. ഞങ്ങൾ ആഫ്രിക്കൻ കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ശരി. ആളുകൾ കൂടുതലായിട്ട് ആവശ്യപ്പെട്ട് വരുന്നത് അഗ്രോ ഏത് പ്രൊഡക്റ്റാണ്? കൂടുതലും പുട്ടുപൊടിയാണ്. ഞങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്ന റൈസ് പുട്ടുപൊടിയാണ്, സ്റ്റീംഡ് റൈസ് പുട്ടുപൊടി. അത് ശരി, അതാണ് നമ്മുടെ ഇരിക്കുന്നുണ്ടോ? ഇതാണ് റാഗി പുട്ടുപൊടി. റാഗി പുട്ടുപൊടി ചിലവുള്ള സാധനമാണ്. അത് ശരി. ഞങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത് പുട്ടുപൊടി തന്നെ മില്ലറ്റുകളുടെ 5 മില്ലറ്റുകളുടെ പുട്ടുപൊടിയുണ്ട്. ശരി. പിന്നെ റൈസിൻ്റെ പുട്ടുപൊടിയുണ്ട്, വീറ്റ് പുട്ടുപൊടിയുണ്ട്, ചോളം പുട്ടുപൊടി, പിന്നെ മസാലകൾ ഗരം, മീറ്റ്, ചിക്കൻ, ഫിഷ്, സാമ്പാർ പൊടി, ബിരിയാണി മസാല, പിക്കിൾ അച്ചാർ, എഗ് മസാല. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ ഇപ്പോൾ നോർമലി നമ്മുടെ ഏരിയയിലൊക്കെ ആവശ്യമുള്ളവർ എങ്ങനെയാണെന്ന് കോൺടാക്ട് ചെയ്യേണ്ടത്? അവർ ഞങ്ങളെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് വരാറുണ്ട്. ശരി. നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണോ? കോട്ടയം ജില്ലയിലെ കടകളിലൊക്കെ നമുക്ക് അവൈലബിൾ അല്ല, 1-2 ഷോപ്പുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ശരി. ആളുകൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ആളുകൾ അന്വേഷിച്ച് വരാറുണ്ടല്ലേ? ഉണ്ട്. സാഹചര്യത്തിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നമ്മൾ ചേട്ടൻ തന്നെയാണോ, എങ്ങനെയാണ്? ഇവിടെ തന്നെയാണോ, നമ്മുടെ ഓൺ ഫാക്ടറിയിലാണോ നിർമ്മിക്കുന്നത്? നമ്മുടെ ഓൺ ഫാക്ടറിയിലാണ്. അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ നമ്മൾ കർഷകരിൽ നേരിട്ട് നമ്മൾ വാങ്ങിക്കുകയാണോ? ഇവിടെ ലോക്കലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കർഷകരിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഗുണമേന്മയുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ കൃഷി എന്നുള്ളത് ഒരു സ്വപ്നമായി മാറുന്നു അല്ലേ? അതേക്കുറിച്ച് എന്താണ് പെട്ടെന്ന് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവൻ എന്താണ് പറയാനുള്ളത്? ആൾക്കാർ കൃഷിയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് റോ മെറ്റീരിയൽസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നാട്ടിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ പാടാണ്. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ ആഹാര സാധനങ്ങൾ മേടിച്ച് കഴിക്കുക എന്നുള്ളതാണ് അല്ലേ? ആൾക്കാർ നോക്കുന്നത് അതാണ്. അതെ അതെ, എളുപ്പം, പെട്ടെന്ന് നോക്കുക. ഇനി എന്തൊക്കെയാണ് ഭാവി പ്രൊജക്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട്? ഇത് ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഞങ്ങളുടെ ഭാവി പ്രൊജക്റ്റുകൾ. കുറേ ഐറ്റംസുകൾ കൂട്ടാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ വിതിൻ 3-4 months ഇതിൻ്റെ എണ്ണം കൂടും. ശരിക്കും ഒരു ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് ചേട്ടൻ വലിയൊരു സേവനമാണ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റുകളെല്ലാം എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തട്ടെ. പ്രിയപ്പെട്ട എല്ലാവരും ഇത് അഗ്രോ
ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കണം. അത്രയ്ക്ക് ക്വാളിറ്റിയാണ്, ഇത് വെറുതെ ഞാൻ പറയുന്നതല്ല. അപ്പോൾ എന്തായാലും വളരെ വിശദമായ വിവരങ്ങൾ നൽകിയ താങ്കൾക്ക് നന്ദി. മണ്ണും മനുഷ്യനും കലപ്പയും ഒക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ നല്ല ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഈ സ്ഥാപനം ഒരു വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സാജൻ ചേട്ടനും പ്രിയപ്പെട്ട ക്യാമറാമാൻ റിജോയ് പറവൂറിനൊപ്പം മനോഹരമായ എൻറ്റയർ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.